പ്രിയമുള്ളവരെ, 1990-ലാണ് നമ്മൾ ലോകമെങ്ങും വേൾഡ് സീനിയർ സിറ്റിസൻ്റെ ആഘോഷിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ് വേൾഡ് സീനിയർ സിറ്റിസൻ്റെ ആഘോഷം. അപ്പോൾ ഏതാണ്ട് 36 വർഷങ്ങൾ നമ്മൾ പിന്നിടുകയാണ്. അപ്പോൾ ഈ വർഷം 2026 വേൾഡ് സീനിയർ സിറ്റിസനോടനുബന്ധിച്ച് കേരളവാണി നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 1937 മെയ് മാസം 4-ാം തീയതിയാണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിക്കുക. അപ്പോൾ ഈ സ്ഥാപനവും ഏതാണ്ട് 90 വർഷത്തോട് അടുക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ സീനിയർ സിറ്റിസന്മാരെ ഇവിടെ നമ്മൾ പരിചരിച്ചു, ഒത്തിരിയേറെ പേര് സ്നേഹത്തോടെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം നിങ്ങളുമായി നിങ്ങളുടെ പഴയകാല ബാല്യകാലം മുതലുള്ള ഓർമ്മകൾ അത് അടുത്ത തലമുറയ്ക്ക് ഫ്രാൻസിസ് പാപ്പായും അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ ലിയോ പാപ്പായൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ അനുഭവ സമ്പത്താണ് അടുത്ത തലമുറയ്ക്ക് സമൂഹത്തിന് നിങ്ങൾ കൈമാറി കൊടുക്കുക. നിങ്ങളുടെ ജീവിച്ച് കടന്നു പോകുന്ന കാലഘട്ടം അതൊക്കെ നാം ഇന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഒരു സീനിയർ സിറ്റിസണായ 5 പേരാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവരെ പരസ്പരം ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ സിൽവസ്റ്റർ ഏട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ? പേരും. എൻ്റെ പേര് ആൻ്റണി സിൽവസ്റ്റർ. എത്ര വർഷമായി നമ്മുടെ 14 വർഷങ്ങൾ കഴിഞ്ഞു. ഓക്കെ. എൻ്റെ പേര് മോഹനൻ പിള്ളൈ. ഞാനിവിടെ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. 4 മാസമായി. 4 മാസത്തിന് നല്ല അനുഭവം, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത്. റോസമ്മ ദേവസി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ മേൽപോൾ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കറിയാൻ മേല. ഓക്കെ. മേൽപോൾ ഇവിടെ ആദ്യം ഇരിക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ എനിക്കൊന്നും എങ്ങനെ വന്നാലും ഒരു 10 വർഷമായിട്ടുണ്ടാവും സിൽവസ്റ്റർ. 10 കൂടുതലായിട്ട്. സിസ്റ്റർ മേരിപ്പോൾ ആദ്യം സുപ്പീരിയർ ആയിട്ട് വന്നത് 8 വർഷമായിട്ടുണ്ട്. എൻ്റെ പേര് മേരി ജോണി. കൈക്കൂടത്താണ് എൻ്റെ വീട്. ഇവിടെ വന്നിട്ട് 7 മാസമായിട്ടുള്ളൂ. 7 മാസമായിട്ട്. ഓക്കെ. ഇവിടെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ത്രശ്യാമ വർഗീസ്. ഞാൻ വന്നിട്ട് 21 വർഷമായി. അപ്പോൾ നിങ്ങളുടെ പഴയകാല ഓർമ്മകളിലേക്ക് നിങ്ങളെ ഒന്ന് വഴി നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മോഹനൻ ചേട്ടാ ഇല്ലേ, ഇവിടെ വന്നിട്ട് കുറച്ചാലായിട്ടുള്ളൂ? 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ 4 മാസത്തെ അനുഭവങ്ങൾ, ഇവിടെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ബിഗ് വാസ്റ്റ്. ഇത്രയും സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഈ 75 വർഷത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞെനിക്ക് ഇങ്ങോട്ട് എന്താ പ്രതിഫലിപ്പിക്കാൻ ആരോടും പറ്റില്ല. പക്ഷെ അതെൻ്റെ മനസ്സിലുണ്ട്. സന്തോഷത്തിൻ്റെ അങ്ങ് കൊടുമുടിയിൽ നിൽക്കുക. എന്തൊരു സുഖമാണെന്ന്. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നൊരു സമൂഹ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ സന്തോഷവും എല്ലാം. തീർച്ചയായിട്ടും ഇത് എത്ര കോടി കൊടുത്താലും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ഇവിടെ കിട്ടുന്ന സ്നേഹം, സന്തോഷം, ആ ഒരു പ്രത്യേക പരിചരണം എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ. മോഹൻ ചേട്ടൻ്റെ കഴിഞ്ഞു പോയ വർഷങ്ങളെക്കുറിച്ചൊക്കെ, കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് നമുക്ക് കുട്ടിക്കാലത്തെക്കുറിച്ച് എപ്രകാരം സംസാരിക്കാൻ പറ്റും? ഞാൻ പഠിച്ചത് ഒരു 5 വയസ്സ് വരെ ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, FACT ഭാഗത്തായിരുന്നു. അപ്പം സാധാരണക്കാരുടെ മക്കളൊക്കെ ആയിട്ടായിരുന്നു. ഞാൻ വളരെ വളരെ സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അമ്പലപ്പൂവൊക്കെ കൊണ്ടുവരും. ആണുങ്ങൾ അവിടെ ആണ് പെണ്ണെന്നുള്ള തിരിവില്ല, എല്ലാവരും ഒറ്റയാണ്. കൊണ്ടുവരും. സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞ് 5 ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഫാക്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയത്. അവിടെയും എൻ്റെ കൂടെ അധികം ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ദർ ഓൾ ഫ്രണ്ട്സ്. പക്ഷേ അതിൽ എനിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ അറിയുമായിരിക്കും, ഡോക്ടർ രാജാറാം ലിഫി ഹോസ്പിറ്റലിൽ എൻ്റെ ക്ലാസ്മേറ്റാണ്. അതുപോലെ എൻ്റെ കൂടെ 8 ക്ലാസ്മേറ്റ്സ് ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ, അവരായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് കഴിയുന്നത്. കാരണം അന്നത്തെ സ്നേഹത്തിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ടായിരുന്നു അച്ചു. ഓക്കെ. ഇന്നെന്ന് പറഞ്ഞാൽ മെക്കനൈസ്ഡ് ആണ്, അന്ന് അതല്ല, നാച്ചുറലാണ്. അപ്പോൾ അതാണ് അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിൽ നമ്മൾ കാണുന്ന ഒരു വലിയ വ്യത്യാസം, ഒരു മെക്കനൈസേഷൻ അല്ലേ? അതാ കാണുക. ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഓർത്ത് വെക്കാനുണ്ടോ? സന്തോഷത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ലാസ്റ്റ് ബാച്ച് 100% കിട്ടിയത് എൻ്റെ ബാച്ചാണ്. ഓക്കെ. ഐ വാസ് ദ ലാസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് ദറ്റ് 100%. അപ്പം എൻ്റെ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് എനിക്ക് എല്ലാവർക്കും ഓരോ പേന തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഈ പേന കൊണ്ട് നന്നായി വരുമെന്ന് പറഞ്ഞു. ഗോഡ്സ് ഗ്രേസ് അതെനിക്ക് വളരെ ഗുണം ചെയ്തു. എൻ്റെ ഡിഗ്രി എടുത്ത് ഇലക്ട്രിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എടുത്തു. അങ്ങനെ പോയി. അത് വേറെ ഒരിത്. ഓക്കെ. പക്ഷേ ഇന്നിവിടെ അതിൻ്റെ അങ്ങനെ അനുഗ്രഹമായിരിക്കും ഇവിടെ വന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ സമൂഹവും അന്നത്തെ വിദ്യാഭ്യാസവും അന്നത്തെ സമൂഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഏറ്റവും വ്യക്തിപരമായിട്ട് അനുഭവം? മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു ഇതില്ല, ബ്രിഡ്ജില്ല. വരുന്നു പോകുന്നു,
അവരെവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോയിട്ട് വരാം പറഞ്ഞു. അന്ന് അങ്ങനെയല്ല, നമ്മൾ എവിടെ പോകണമെങ്കിലും അവരോട് പറഞ്ഞ് അവർക്കറിയാം, അവരുടെ അനുഭവത്തോടുകൂടി പോകണം. അതൊരു സന്തോഷത്തോടുകൂടി നമ്മൾ പോകണം, സന്തോഷത്തോടുകൂടി നമ്മളെ വിടുന്നു. ഇന്ന് അതല്ല. ഇന്ന് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത് ഫോൺ വന്ന് നമ്മുടെ ജീവിതം നശിപ്പിച്ചു, രണ്ടാമത് മെക്കനൈസ്ഡായി, പൈസ, ദാറ്റ്സ് അനദർ തിങ്. അപ്പൊ മൊബൈൽ ഫോണിനൊക്കെ കാണുന്നത് നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ്. ഡെഫിനറ്റ്ലി മൊബൈൽ ഫോൺ നശിപ്പിച്ചു. അപ്പൊ അത് വരുത്തിയ ആധുനിക നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ തലമുറ സമ്മതിക്കോ? നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളാണ് ഈ പിള്ളേരുടെ പഠിത്തത്തിനൊക്കെ. ഓക്കെ, ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഒരു പരിധി വരെ നല്ലതുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദൂഷ്യവശങ്ങളാണ്. ഒരു പിള്ളേർ ഒരു പരിധിയൊക്കെ ഗ്രാജുവേഷനൊക്കെ ആയി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ദേ വിൽ കം ബാക്ക് ടു ദ. അതുവരെ പിള്ളേരല്ലേ, അവർക്കറിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാവുന്ന ജീവിതത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളല്ല, അതിനപ്പുറത്ത് ജീവിതത്തിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു സന്ദേശമോ അല്ലെങ്കിൽ ജീവിതത്തെ മൊത്തമായി ഇപ്പോൾ 75 വർഷക്കാലത്തെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു വലിയ സന്ദേശം എന്തായിരിക്കും? നമ്മളൊക്കെ പഠിച്ച് പാസ്സായി ഇന്നതാവണം എന്നൊരു എയിം ഉണ്ടായിരിക്കണം. അച്ഛനറിയാമല്ലോ, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ആഗ്രഹത്തോടുകൂടി പഠിച്ചാൽ നമുക്ക് അവിടെ എത്താം. ഞാൻ അങ്ങനെ ആണ്. പിന്നെ ആരോടും വഴക്കിന് പോകരുത്, സ്നേഹിക്കാൻ പഠിക്കുക. നമുക്ക് വിഷമം കൂടുതൽ വരുമ്പോൾ ദൈവത്തിന് കൊടുക്കുക, ദൈവം നമ്മളെ കാത്തോളും. അങ്ങനെയാണ് എൻ്റെ ഒരു. ഓക്കെ, എത്ര ചേച്ചി ഇപ്പം ഇവിടെ വന്നിട്ട് എത്ര നാളായി? കുറച്ചധികം വർഷങ്ങളായി ഇല്ലേ? ഞാൻ 2006 ജൂൺ 5 വന്നതാ. 2006 ജൂൺ 5 വന്നാ. അപ്പോൾ 20 വർഷം അല്ലേ? 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സീനിയർ സിറ്റിസൻ്റെ ഒപ്പം, നമ്മൾ സമപ്രായക്കാരൊപ്പം ഒക്കെ ഇവിടെ ജീവിക്കുമ്പോൾ പഴയ കാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോൾ എങ്ങനെയാണ്? സ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെ ഓർക്കുന്നു? സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ പോയി 8ാം ക്ലാസ് വരെയും പഠിച്ചു. ആ, പിന്നെ 3 സ്കൂളിലായിട്ട് പഠിച്ചു. ഓക്കെ. പിന്നെ അവിടെയൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 8ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചാൽ നമുക്ക് ജോലിയൊക്കെ കിട്ടുമായിരുന്നു. 10ാം ക്ലാസ് വരെയും പഠിച്ചാലേ ജോലി കിട്ടും. അന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചാൽ കിട്ടും. 8ാം ക്ലാസ്സിന് പാസ്സായി പറഞ്ഞ പിന്നെ വിട്ടില്ല. ക്ലാസ്സിനെ കെട്ടിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ കൊടുത്തു. അപ്പോൾ ഇനി വീട്ടിൽ തന്നെ ആയി. അങ്ങനെ വിട്ടില്ല. ആ, അങ്ങനെ വീട്ടിൽ തന്നെ നിന്നു, പിന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി. ഓക്കെ, എന്തായിരുന്നു പഴയ കാലത്തിലെ അനുഭവങ്ങൾ? എന്തായിരുന്നു? സിനിമക്കൊക്കെ പോയിട്ടുണ്ടോ? സിനിമക്കൊക്കെ പോയിട്ട്. ആ, പിന്നെ സിനിമക്ക് കൊണ്ടുപോകണം, ആങ്ങളമാര് കൊണ്ടുപോകും. അപ്പനുണ്ടായില്ല, അപ്പം 3 വയസ്സിൽ മരിച്ചു. ആ, ആങ്ങളമാരും കൊണ്ടുപോകും. പിന്നെ അമ്മയായിരുന്നു ജോലി എടുത്ത്? അമ്മയും 2 ആങ്ങളമാരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പെണ്ണും ഉണ്ടാവും. 6 പെണ്ണായിരുന്നു. ആ, അങ്ങനെ കുറെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചത്. ആ, പിന്നെ കൂട്ടുകാരോട് ഞങ്ങൾ മാറ്റിനേക്കൊക്കെ പോകുമായിരുന്നു. ആ. അടുത്തൊക്കെ സിനിമ തിയേറ്റർ ഉണ്ടായിരുന്ന? അടുത്ത സിനിമ തിയേറ്ററുണ്ട്. അന്ന് എത്ര രൂപയായിരുന്നു സിനിമക്കടെ? ഓ, അത് ഓർക്കുന്നില്ല. തറക്കൊക്കെ ഇരിക്കുള്ളൂ. അന്ന് തറയിലായിരുന്നു. 8 കൊടുത്താ 8 കിട്ടിയാല് തറയിൽ ഇതൊക്കെ കസേരയുണ്ട്. ആ, കസേരല്ല, തറയിലിരിക്കാം. അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റോ? കാണാൻ പറ്റും. ആ, ഓക്കെ. അങ്ങനത്തെ കണ്ട സിനിമ, ഒരു ഓർമ്മയുള്ളൊരു സിനിമ പറയാമോ? ചെമ്മീൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ആ, ചെമ്മീനൊക്കെ അങ്ങനെ കണ്ട സിനിമകളാണ്, തറയിലിരുന്ന് കണ്ട സിനിമയാണ്. ഓക്കെ. പിന്നെ അതിനുശേഷം അന്ന് പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പായിട്ട് കളികള്, സ്പോർട്സ്, ഓട്ടോ ചാട്ടോ ഒക്കെ ഉണ്ടായിരുന്നു? ഓണം കളിക്കും, പിന്നെ വട്ട് കളിക്കും. പണ്ടത്തെ കളി അതൊക്കെയാണ്. പണ്ടത്തെ കളികളേ ഉള്ളു. ആ, അല്ലാണ്ട് 100 മീറ്റർ ഓട്ടവും ചാട്ടവും അതൊന്നുമില്ല. ഹൈ ജമ്പും ലോങ് ജമ്പും അങ്ങനെയൊന്നുമില്ല. ആ, പിന്നെ അന്നത്തെ കാലത്ത് നിന്നുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ മേരി ചേച്ചി പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച്. ആ, ഭക്ഷണം കിട്ടൂലായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. കുറവായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അവിടെ എന്തായിരുന്നു കൂടുതലായിട്ട് കഴിച്ചിരുന്നത്? അരി ഭക്ഷണമായിരുന്നോ? ഭക്ഷണം ഞങ്ങൾക്ക് ഇങ്ങനെ കപ്പൊന്നും കിട്ടൂല. ആ, പറവൂരോടൊക്കെ ആ, എറണാകുളം ഡിസ്ട്രിക്ട് അരി ഭക്ഷണം തന്നെയായിരുന്നു. അരി ഭക്ഷണം. പിന്നെ ഗോതമ്പ് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് കപ്പലില് കൈത്തറമോതിയിലായിരുന്നു ജോലി. ആ, അപ്പൊ അവിടെ നിന്ന് കമ്പൻ ചോളം സാധനങ്ങളൊക്കെ ഇറക്കി വരുമ്പോ ആ, കമ്പൻ ചോളമൊക്കെ ആയിരുന്നു പിന്നെ കൊണ്ടുവരും. അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിരുന്നത്. പിന്നെ പാൽപ്പൊടി ആ, ആ. അങ്ങനെയൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇപ്പോൾ 8ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ 8ാം ക്ലാസ് വരെ പഠിച്ചിരുന്നതിൽ ഇപ്പോൾ ആരെങ്കിലൊക്കെ അറിയുന്നവരുണ്ടോ, കോണ്ടാക്ട് ഉണ്ടോ? അറിയണവരുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. ഞാൻ എല്ലാ കൊല്ലം വീട്ടിൽ പോകണ അറിയണോ, ആരെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടു ആരെങ്കിലൊക്കെ ആയിട്ട് കാണും. പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാറുണ്ട്. അന്നത്തെ നിങ്ങളുടെ ആ ജീവിത പരിസ്ഥിതിയും ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ കാണുന്ന നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്താ? ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. ഒന്നിനും ഒരു ക്ഷാമവും ഇല്ല. എല്ലാം ഇഷ്ടം പോലെയാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. എങ്കിലും ഈ ആധുനിക സമൂഹത്തിൽ ഇഷ്ടപ്പെടാത്ത എന്താട്ടാ തോന്നണത്? ഇഷ്ടപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളിപ്പോ അത് ഇഷ്ടമല്ലെന്നുകൊണ്ട് അങ്ങനെയില്ല.
എന്തായാലും എല്ലാത്തിനോടും കൂടെ നമ്മൾ സഹകരിച്ച് ജീവിക്കാൻ പാടുന്നത്. അപ്പോൾ നമുക്ക് പുതിയ തലമുറയോടൊക്കെ നമുക്ക് എന്താണ് ജീവിതാനുഭവത്തിൽ നിന്ന് പങ്കുവെക്കാനായിട്ട്? അപ്പനമ്മനെയും ബഹുമാനിക്കണം, അവരോട് സ്നേഹമായിട്ട് പെരുമാറണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതിപ്പോഴൊന്നും പറയാൻ പറ്റി. എനിക്ക് മക്കളുണ്ടായില്ല, ആ ഞങ്ങൾ ഭാര്യ ഭർത്താവ് മാത്രം ഉണ്ടായി. ആ അപ്പോൾ നമ്മളിന്ന് സമൂഹം ഒരുപാട് മാറി അല്ലേ? നമ്മൾ കണ്ട സമൂഹമല്ല നമ്മളിപ്പോൾ ജീവിക്കുന്ന സമൂഹം. എന്താണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്, വ്യത്യാസമായിട്ട് കാണുന്നത്? എല്ലായിടത്ത് നോക്കിയാലും പൈസക്ക് ഒരു ക്ഷാമമില്ല. നമ്മുടെ പൈസക്ക് ക്ഷാമം വരുന്നത്. ഞങ്ങൾക്കൊക്കെ പൈസക്ക് ക്ഷാമമായിരുന്നു. ഇപ്പൊ ഏത് വിട്ടിട്ടാലും ഒന്നിനും ഒരു കുറവ്. ബാല്യകാലത്തിൽ നമുക്കിപ്പോൾ സ്കൂളിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എങ്ങനെയാണ്? ഞാൻ പഠിച്ചിരുന്നത് 5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിലാണ്. ഇത് ചെറിയ അടക്കണം, അത് കഴിഞ്ഞപ്പം നടന്നു തന്നെ പോകേണ്ട ഒരവസ്ഥയായിരുന്നു. ഓക്കെ. വളരെ ജോലിയായിട്ട് മത്സരബുദ്ധിയോടുകൂടി ഞങ്ങൾ പോകുമായിരുന്നു. ഒരു ജീവിതത്തിൻ്റെ അനുഭവം നമ്മളിപ്പോൾ സാധാരണ പറയുന്ന കാച്ചിക്കുറുക്കിയ പഴഞ്ചൊല്ല് എന്നൊക്കെ പറയൂലേ? അപ്പോൾ സിൽവസ്റ്ററിൻ്റെ ഇത്രയും വർഷക്കാലത്തെ ജീവിതത്തിൽ നിന്ന് പുതിയ സമൂഹത്തിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് കൊടുക്കാവുന്ന അനുഭവ പാഠം അതെന്തായിരിക്കും? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക. ഓക്കെ. പ്രായം ചെന്നവർ അർഹിക്കുന്ന വിധം ബഹുമാനിക്കുക, അല്ലാതെ വെറും ഒരു ഷോയിന് വേണ്ടിയിട്ടായിരുന്നു. അതാണ് പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. റോസമ്മ ദേവസി, സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമുണ്ട്. എന്താണ് പഴയകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ബാല്യകാലത്ത്? പഴയകാലത്ത് പള്ളിക്കൂടത്തിലൊന്നും പോയില്ല, സുഖമില്ലായിരുന്നു. എന്നും 10-30 വയസ്സ് വരെ സുഖമില്ലായിരുന്നു. എന്തായിരുന്നു പ്രത്യേകിച്ച് അസുഖമായിരുന്നു? അല്ലെങ്കിൽ എനിക്ക് രക്തം ഒക്കെ മൂക്കിൽ കൂടെ, കയ്യിൽ കൂടെ, ശരീരത്തൂടെ ഒക്കെ പോകും. അത് എന്നിട്ട് ആർക്കും അറിയാൻ മേല എന്നതാണ്. അന്ന് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. പോയില്ല. പക്ഷെ എഴുത്തും വായനയും പഠിച്ചോ വീട്ടിൽ വെച്ച്? ഇല്ല, പഠിച്ചില്ല. ഇല്ല. അന്നേരം ഒന്നും പഠിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു എപ്പോഴും. 10-30 വയസ്സ് വരെ ഇത് തന്നെയായിരുന്നു. എങ്കിലും അന്നത്തെ ജീവിതവും ഇന്നത്തെ സമൂഹവും തമ്മിലൊക്കെ ഇവിടെ വന്ന പിന്നെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് സ്നേഹിച്ച് പള്ളിയിലൊക്കെ വന്ന് അച്ഛൻ്റെ കുർബാനയൊക്കെ കണ്ട് നല്ല സമാധാനമുണ്ട്. പിന്നീട് അസുഖം മാറി പിന്നെ നമ്മൾക്ക് പിന്നെ വയസ്സായില്ലേ, 30 വയസ്സായ. ഓക്കെ. ഇത് ജോലിയൊന്നും ചെയ്യാൻ മേലെന്നായി. അപ്പൊ അങ്ങനെയായിരുന്നു പഴയകാല ജീവിതം. പഴയകാല ജീവിതം. അതുപോലെ കപ്പയൊക്കെ തിന്നും, കഞ്ഞിയൊക്കെ കുറവാ. അന്ന് ഭക്ഷണം അതായിരുന്നു ഏറ്റവും കൂടുതൽ. കപ്പയായിരുന്നു, ചോറിനെക്കാട്ടും കൂടുതൽ കപ്പയായിരുന്നു. ആ നാട്ടിലൊക്കെ കപ്പ, ചേമ്പ് അതായിരുന്നു കൂടുതലും ഭക്ഷിച്ചിരുന്നത്. അത് നമ്മളെ പറമ്പിൽ തന്നെ. പറമ്പിൽ തന്നെ ഉണ്ട്, പറമ്പൊന്നും ഇല്ല. ഇനി എവിടുന്നേലും ഒക്കെ മേടിച്ച് കഴിക്കും. ഒരു ചെറിയൊരു വീടും ഉണ്ട്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പഞ്ഞമായിരുന്നു. അന്ന് പഞ്ഞത്തിന്റെ കാലഘട്ടമായിരുന്നു. അതൊക്കെ നമ്മള് തരണം ചെയ്തു. മുരിങ്ങയിലൊക്കെ വേവിച്ചിട്ട്, മുരിങ്ങയിലൊക്കെ വേവിച്ചു തിന്നായിരുന്നു. അരി കിട്ടാത്തൊരു കാലം. അരി കിട്ടാത്ത കാലം. അന്നേരമൊക്കെ ഞാൻ ചെറുതാ. പക്ഷെ പിന്നീട് കുടുംബത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന അവസ്ഥയായി. എന്റെ അപ്പനാണെങ്കിൽ വണ്ടി ഓടിയില്ല, രക്ഷാവണ്ടി. പണ്ടത്തെ രക്ഷാവണ്ടി തന്നെ സൈക്കിളിൽ അല്ല, അതല്ല, അല്ലാത്ത കാലെ പിടിച്ച ആള് ഓടുന്നത്. ആള് കേറി ഇരുന്നിട്ട് ഓടിച്ചോണ്ട് പോകും. അധിക വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പാലയിൽ. അന്നൊക്കെ അതായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ ഓട്ടോറിക്ഷ. അപ്പൊ ഇവിടെ എനിക്കൊരു കുഴപ്പമില്ല, നല്ലതായിട്ട് അങ്ങനെ ജീവിതയോ. എല്ലാ കൂട്ടവും ഉണ്ട്. വേറെ എനിക്കറിയാൻ മേല പറയാ. ഓക്കെ. അപ്പോ ഈ സമൂഹത്തിലെ ഒരു പുതിയ അംഗമാണ് ഇല്ലേ മേരി ചേച്ചി? ഒരു പുതിയ അംഗമായിട്ട് വന്നതാണ്. അപ്പോ നമ്മൾക്ക് ഈ പുതിയ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ഇല്ലേ, വീട്ടില് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ 1-2 പേരുള്ള വീട്ടിൽ നിന്ന് ഒരു വലിയ സമൂഹത്തിലേക്ക്, സീനിയർ സിറ്റിസന്റെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ആദ്യം തോന്നിയ എന്താ? ഇപ്പൊ മോഹൻ ചേട്ടൻ പറഞ്ഞ പോലെ എന്തായിരുന്നു ഇവിടെ ഒരു കൂട്ടത്തിലേക്ക് വന്നപ്പോൾ ഉള്ള? കൂട്ടത്തിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം അത്രയും ആവശ്യതയിലാണ് ഞാനിവിടെ എത്തിയത്. സമയത്ത് ഇത്രയും പേരും എല്ലാവരും സ്നേഹിക്കാനും ആൾക്കാരുണ്ട്, പള്ളിയിൽ പോകാനോ അച്ഛൻ്റെ കുർബാന കാണാനും പള്ളിയിൽ പോകുന്ന എല്ലാം കൂടി ഭയങ്കര സന്തോഷമായി. ആരുമില്ലാത്തതിന് ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങിയതാണ് ഞാൻ. അപ്പൊ ആരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു കൂട്ടായ്മയിലേക്ക് എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട്
എന്നുള്ള ചിന്ത. കലൂര് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചൊക്കെ എപ്പോഴും പോകുമായിരുന്നു, നൊവേന കൂടാനും കുർബാനൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ഒരച്ഛൻ പറഞ്ഞതാണ്, ഇവിടെ വന്നാൽ മതി, എഴുതി തന്നു, ഇവിടെ വന്നിട്ട് വന്നാൽ എല്ലാ കാര്യവും ശരിയാക്കി കിട്ടുന്നത്. അങ്ങനെയാണ് കിടക്കാനിടയില്ല ഇപ്പം ഞാനിവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് സ്ഥലം കിട്ടുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ സ്ഥലം കിട്ടി. പിന്നെ ചേച്ചി എപ്പോൾ വേണമെങ്കിൽ ഏത് സമയം ഇപ്പം വേണമെങ്കിൽ ഇപ്പം വന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അപ്പൊ നമ്മളെ സമപ്രായക്കാരോടൊപ്പം നമ്മളെ ചിന്തകളും എല്ലാം പങ്കുവെച്ച് സന്തോഷത്തോടെ ആയിരിക്കാം ജീവിക്കുന്നത്. നമുക്ക് ബാല്യകാലത്ത് നമുക്ക് ഓർത്തു വെക്കാനുള്ള സന്തോഷമുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു? ബാല്യകാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഈ ഓണം വരുമ്പോഴത്തേക്കും കൊച്ചു അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ടൊക്കെ പോയിട്ട് ഈ അവിടുന്ന് ഇതൊക്കെ പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് മുക്കുറ്റിപ്പൂവും അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് അത്തക്കളമൊക്കെ ഇതും. അങ്ങനെ സന്തോഷമാണ്. ക്രിസ്മസ് വരുമ്പോൾ അമ്മ എങ്ങനെയെങ്കിലും ഏട്ടന്മാരും കൂടി എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്ന് ഇറച്ചി, അന്നേരമൊക്കെയാണ് ഇറച്ചി മേടിക്കണം, കൊല്ലപ്പത്തിരിക്കലൊക്കെ ഇറച്ചി മേടിച്ച് സന്തോഷത്തോടുകൂടി ഇരുന്ന് ഞങ്ങൾ കഴിക്കും. പള്ളിയിലൊക്കെ പോകും രാത്രി. അങ്ങനെ അമ്മ എപ്പോഴും പള്ളിയിൽ പോകണം. അമ്മക്ക് പള്ളിയിൽ മക്കളെ എല്ലാത്തിനും കൊണ്ടുപോകണം. അപ്പം എനിക്ക് ഓർമ്മ വെച്ചെന്നുണ്ടെങ്കിൽ എൻ്റെ 10-12 വയസ്സ് വരെ അമ്മ എൻ്റെ കൂടെ പള്ളിയിൽ വരും, ചേട്ടന്മാരൊക്കെ പോകുമായിരുന്നു. കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോഴുമായിട്ട് ബന്ധമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് ഉണ്ടോ? ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഒരിക്കൽ കണ്ടിട്ടുണ്ട്, 10 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞ് കണ്ടുമ്പോഴത്തേക്ക് എന്നോട് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിലിട്ടേക്കുന്നത് മേരി, സ്കൂളിലൊക്കെ വിളിക്കുന്ന മേരി ഡൊമിനിക് എന്നാണ്. മേരി ഡൊമിനിക്. അവർക്ക് പെട്ടെന്ന് ആ പേരുണ്ട്, അവർക്ക് മനസ്സിലായി. മോഹൻ ചേട്ടാ, നമ്മൾ വിനോദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിന് പുറത്ത് നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള അയൽവാസികളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ നാടകം, സിനിമ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പോകാറുണ്ടോ? അത് സന്തോഷിച്ചിരുന്നു? ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഗുസ്തി പഠിക്കണ്ട, അത് ബ്രാഞ്ച് എനിക്ക് അത് CL ജോസ് ആണെന്ന് തോന്നുന്നു എഴുതിയത്. CL ജോസിന്റെ അത് നാടക സമിതിയല്ല, അത് ഫാക്ടിന്റെ സ്കൂളിൽ ഞങ്ങൾക്ക് അത് അഭിനയിക്കാനൊരു ചാൻസ് തന്നു. ഞങ്ങളതൊരു കലാവേദിയായിട്ട് നടത്തി. പിന്നെ ക്ലബ് ഉണ്ടായിരുന്നു, MYM, ഫുട്ബോള്, വോളിബോളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കും. ഫാക്ടിലുണ്ടായിരുന്നു ഞാൻ അവിടെ. അപ്പം അവിടെ നിന്നാണ് എനിക്ക് ഇതിനകത്തൊക്കെ പ്രചോദനം കിട്ടിയത്. ഫുട്ബോൾ കളിക്കാനായിട്ട് മണിച്ചേട്ടൻ, മണി കേട്ടിട്ടില്ലേ, സൈമൺ സുന്ദരരാജൻ ഞങ്ങളെ പഠിപ്പിക്കണം. മണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ ആദ്യം പന്ത് പെറുക്കി തട്ടി 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 കളിക്കും, ഫാക്ടറിന് വേണ്ടിയൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ വോളിബോൾ ഭുവനദാസ് ഉണ്ട്, കുര്യാക്കോസ് ഉണ്ട്, ജോസ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് പരിചയം വന്നു കഴിഞ്ഞാൽ അവരും കൂടെ നിന്ന് കളിക്കും. അത് വെച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് ടീമിലേക്ക് ഒന്നും പോയില്ല, സ്കൂളിലൊക്കെ കളിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമകളൊക്കെ സിനിമയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിൽ ഇന്നും അന്നും എന്നും ഹൃദയസ്പർശിയായ ഒരു സിനിമയുണ്ട്, സ്കൂൾ മാസ്റ്റർ. ഓക്കെ. അതിനകത്ത് അച്ഛനും അമ്മയും 2 മക്കളും, മകളെ കൊണ്ട് അച്ഛൻ പിരിയുന്നു. അഭിനേതാക്കളായിരുന്നു അത്? അഭിനയത്തൊക്കെ തിക്കുറിശിയും പിന്നെ കവിയൂർ പൊന്നമ്മയാണോ അത് വീട്ടുകാരായിട്ട് ഒരുമിച്ചാണോ പോയിരുന്നത്? അല്ലെങ്കിൽ അത് ഞാൻ അച്ഛനും അമ്മയൊക്കെ കൂടെ ഒന്നിച്ചാണ് പോയത്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഫാക്ടിൻ്റെ ഗ്രൗണ്ടിൽ സിനിമയുള്ളപ്പം 50 പൈസയ്ക്ക് തറക്കിരിക്കും. ഒരു സിനിമ ഒരു പ്രാവശ്യം കാണുള്ളൂ, അത്രേ ഉള്ളൂ. കാരണം ഇത് എനിക്ക് ഭയങ്കര ഹർട്ട് ചെയ്ത്, അത് അതിനകത്തൊരു ഭയങ്കര പാട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒന്ന് മനസ്സിലായി, അത് അന്ന് കൊച്ചിലേ മനസ്സിലായത്, അച്ഛനും അമ്മയും പിരിഞ്ഞാൽ നമ്മളുടെ കുടുംബം എങ്ങനെയാകും എന്നുള്ളത്. നമ്മുടെ വീട്ടിലൊന്നും വന്നില്ല, പക്ഷെ അതൊക്കെ ജീവിതത്തിലൊരു അനുഭവമായിട്ട് അതങ്ങനെ തന്നെ വയസ്സ് വരെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ സുഖമായിട്ട് സന്തോഷമായിരുന്നു. വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും കറങ്ങിയൊക്കെ ജോലിയൊക്കെ ചെയ്തെങ്കിലും ഞാൻ ഇവിടെ വന്ന് കിട്ടുന്ന ഈ സന്തോഷം ഈ 4 മാസം കൊണ്ട് എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്, പണം പോയിട്ടെന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ല, എന്താ ഇതൊക്കെ പണ്ടേ വരേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഈ ചെയ്യണ ഇതൊക്കെ വലിയ പുണ്യങ്ങളാണ്. അങ്ങനെയല്ലേ? അപ്പോൾ ഏതായാലും ഈ സീനിയർ സിറ്റിസൺ ഡേ അനുബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ചു. ഒരുപാട് അനുഭവങ്ങൾ ഞാനും ഒരു 10-50 വർഷക്കാലത്തിന് പുറകിലേക്ക്, 50 അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. നിങ്ങൾ നൽകിയ എല്ലാ സന്ദേശത്തിനും എല്ലാ അനുഭവ പങ്കുവയ്ക്കലും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.